ശിവനെ ആശ്രയിക്കുന്ന വേണ്ടി യാത്ര ചെയ്ത എല്ലാ മാർഗങ്ങളെയും കൂടി ശിവനുമായി ബന്ധപ്പെട്ട വിഷയമായതുകൊണ്ട് തന്നെ നമുക്കിതിനെല്ലാം കൂടി ചേർത്ത് ശൈവിസം എന്ന് വിളിക്കാം. പല തരത്തിലുള്ള ശൈവിസങ്ങളുണ്ട്. അത് ഒന്നൊന്നിനോട് ചേരുന്നതായിരിക്കും, ചിലപ്പോൾ ഒന്നൊന്നിനോട് ചേരാത്തതായിരിക്കും, വ്യത്യസ്ത ധ്രുവങ്ങളിൽ നിൽക്കുന്നതായിരിക്കും. അതിനെ ഡ്യുവലിസ്റ്റിക് ശൈവിസമെന്നും നോൺ ഡ്യുവലിസ്റ്റിക് ശൈവിസമെന്നും അല്ലെങ്കിൽ അദ്വൈതവാദമെന്നും ദ്വൈതവാദമെന്നും അല്ലെങ്കിൽ ദ്വൈതവും അദ്വൈതവുമായിട്ട് ഒരുമിച്ച് കലർന്ന വാദമെന്നും ഒക്കെ വിളിക്കുന്നുണ്ട്. ഈ മുകളിൽ പറഞ്ഞ നിരവധി മാർഗങ്ങളാൽ സമ്പുഷ്ടമായിട്ടുള്ള ഈ ശിവ ഉപാസന പദ്ധതികളെ നമുക്ക് ശൈവിസം എന്ന് വിളിക്കാം. ഈ വഴികൾ പലതും ചേരുന്നില്ല എങ്കിലും, പല വ്യത്യസ്തങ്ങളായിട്ടുള്ള വഴികളാണ് എങ്കിലും, പക്ഷെ ലക്ഷ്യം എന്ന് പറയുന്നത് മഹാദേവൻ തന്നെയാണ്. അതുതന്നെയാണ് തന്ത്രശാസ്ത്രത്തിൻ്റെ ഒരു അടിസ്ഥാന സ്വഭാവവും ഭഗവാനിലൂടെ കാണിച്ചു തരികയും ചെയ്യുന്നുണ്ട്. കാരണം വെച്ച് കഴിഞ്ഞാൽ തന്ത്രത്തിന് ജാതിയില്ല, തന്ത്രത്തിന് മതമില്ല, തന്ത്രത്തിന് പ്രായം വേണ്ട, തന്ത്രത്തിന് ഭാഷ വിഷയമല്ല, ജാതി മത കാല ദേശ ദ്രാവിഡ ആര്യ ഇങ്ങനെയുള്ള വകഭേദങ്ങളൊന്നുമില്ല തന്ത്രശാസ്ത്രത്തിന്. ജാതിഭേദങ്ങളൊന്നും ഇല്ലെങ്കിലും ജിജ്ഞാസുവായിട്ടുള്ള ഒരാൾക്ക് അയാളുടെ സ്വഭാവത്തിനനുസരിച്ച് തന്നിലേക്ക് എത്താൻ വേണ്ടിയിട്ട് അനവധി മാർഗങ്ങൾ ഇതിലൂടെ ഉണ്ടായിട്ടുണ്ട്. അത് ഭഗവാന്റെ 5 മുഖങ്ങളിൽ നിന്നുമാണ് ഉത്ഭവിച്ചത്. ഇതിനെ എല്ലാം കൂടി ചേർത്തിട്ടാണ് ശൈവിസം എന്ന് വിളിക്കുന്നത്.